ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള കിഡിലൻ ക്രാഫ്റ്റാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ടൊന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നീളമുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു ആർച്ച് ഷേപ്പിലുള്ള ഒരു ഷേപ്പിൽ ഞാൻ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ജനലിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഓരോ കള്ളികളാക്കി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വൈറ്റ് പെയിൻ്റാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് കളർ ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് വൈറ്റ് കളറിനോടൊരു പ്രത്യേക താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന മിക്ക ബോട്ടിലുകളും വൈറ്റ് കളറായിരിക്കും. അപ്പോൾ ഈ ഒരു ബോട്ടിലും ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് അതിൻ്റെ ആ ഒരു വാതിലുകളാണ്. അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ആ ഒരു ആർച്ചിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് അതിന് ചുറ്റും ഇങ്ങനെ ഒരു ത്രെഡ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനെയും നല്ല പോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ചരടിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള സൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊരു ബ്ലേഡ് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് അതിന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് പശ തേച്ചിട്ട് കുറച്ച് ഈ ഒരു കാറിൻ്റെയൊക്കെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അതിൻ്റെ കുറച്ച് സ്റ്റോൺസ് കിട്ടുമല്ലോ. ഈ ഒരു ഗ്ലാസ്സിനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സ്റ്റോൺസ് പോലെ കിട്ടുമല്ലോ. ആ ഒരു സ്റ്റോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അധികം ഗ്യാപ്പുകളൊന്നും വരാത്ത രീതിയിൽ തന്നെ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ആർച്ചിനെ ഫുള്ളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ലൈറ്റ് കളറിലുള്ള പച്ച കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ഒരു പച്ചയുടെ കൂടെ തന്നെ കുറച്ച് യെല്ലോ കളർ കൂടി അതിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രേഡിയൻറ്റ് കളറാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്ത് കളർ കൊടുക്കുകയാണെങ്കിലും ഗ്രേഡിയൻറ്റ് കളർ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ആ ഒരു കളർ കൊടുത്തതിന് ശേഷം ഒരു ഗ്ലൂവിൻ്റെ തന്നെ ഒരു ക്ലേ ഉണ്ടല്ലോ, ഫെവി ക്ലേ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലേനെ നമ്മൾ നല്ല രീതിയിൽ അതിലിങ്ങനെ ഒരു തണ്ട് പോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചെടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ചെടിയുടെ ഷേപ്പൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്നാലും മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അതിലിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വള്ളി പോലെ ഞാൻ അതിലിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുത്തിട്ട് അതിൻ്റെ ലീഫുകൾ കൂടി അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം പല പല സൈസും പല പല മോഡലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും പോട്ടെ, മാക്സിമം എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് അതിലിങ്ങനെ ചെയ്തു കൊടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തും മാക്സിമം ലീഫുകൾ ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊരു ബ്ലേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ കൂടി കൊടുത്താൽ നമ്മുടെ ആ ഒരു ലീഫിൻ്റെ പണി തീർന്നു. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് കളറിലുള്ള ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡാർക്ക് കളറാകുമ്പോൾ ഒന്നുകൂടെ അതിൽ നിന്ന് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ചുകൂടെ ഡാർക്ക് കളർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അതിന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു സൈഡ് ഭാഗങ്ങളിലൊക്കെ ആ ഒരു ഡാർക്കിൻ്റെ ആ ഒരു ഒരു വൃത്തി അല്ലെങ്കിൽ ഒരു ഭംഗി അങ്ങനെയൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡാർക്ക് കളർ ഞാൻ അതിൻ്റെ സൈഡിലും കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഉണ്ടല്ലോ, അതിനെ ഞാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡുകളിലൊക്കെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എപ്പോഴും ഇങ്ങനെയുള്ള ബോട്ടിലുകൾ ഇതുപോലത്തെ ഡിസൈനുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൗഡർ അതിൽ യൂസ് ചെയ്യുമ്പം അതിനൊരു പ്രത്യേക ലുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, അതിന് നല്ലൊരു ലുക്ക് കിട്ടും.
അതിനുശേഷം നമുക്ക് ആ ഒരു ജനലിൻ്റെ ഭാഗമുണ്ടല്ലോ അതിനെയും കൂടെ നമുക്ക് പൊളിച്ചെടുക്കാം. അതിനുശേഷം ആ ഒരു എനിക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ്, എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ കിട്ടാത്തൊരു പ്രശ്നം ഇപ്പോഴായിട്ടില്ല, മുമ്പ് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരിക്കുന്ന വാക്കുകൾ കിട്ടാതെ വരും. ഇതിൻ്റെ പേരിൽ കുറേ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ടീച്ചറുടെ അടുത്ത് നിന്ന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടില്ല, ആൻസർ കിട്ടില്ല, പഠിച്ചായിരിക്കും എന്നാലും കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് ക്ഷമിക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു പീസസ് ഉണ്ടല്ലോ അതിന് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനെയും കളർ എടുക്കേണ്ടതായിട്ടുണ്ട്. അതും ഞാനൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 ഭാഗത്തും ഞാനിങ്ങനെ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ ലൈറ്റ് ഷെയ്ഡും കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അതിൽ കൂടിയിട്ട് ആ ഒരു ഗ്ലിറ്റർ പൗഡറിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആ വാതിലുകളൊക്കെ ഉണ്ടല്ലോ അതിൽ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈൻസ് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു ലുക്കായിട്ട് എനിക്ക് തോന്നിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി പോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ വരച്ചത് ഇച്ചിരി പ്രശ്നമായിട്ടുണ്ട്, വിചാരിച്ചിട്ടുണ്ട്. എന്നാലും കാണുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു ലുക്കായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു ലൈൻസ് എല്ലാം ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വക്കുകളിലെല്ലാം നമ്മൾ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ വിൻഡോ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തും കൂടിയിട്ട് അതിലിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീടിൻ്റെയൊക്കെ തറഭാഗം ഉണ്ടല്ലോ ആ ഒരു ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ബ്രൗൺ കളറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഒരു ബ്രൗൺ കളറിനെ നമുക്ക് നല്ലപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു പേപ്പറിനെ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ അടപ്പിലേക്ക് നമുക്കിതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ സ്റ്റോൺസ് ഇതിലേക്ക് വെച്ച് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിടവ് വരാതിരിക്കാൻ ശ്രമിക്കുക. വിടവ് വരാതെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിലേക്ക് ഓരോ ഗ്ലാസിൻ്റെ പീസുകളും നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഓറഞ്ച് കളറും റെഡ് കളറും ആയിട്ടുള്ള കോമ്പിനേഷനിൽ ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കാൻ ചെയ്തത്. അതിനുശേഷമാണ് ഓർത്തത് നമ്മൾ ആ ഒരു കുപ്പിയുടെ ജനൽ ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ത്രെഡ് ഉപയോഗിച്ച് നല്ല പോലെ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ അതിലേക്ക് മാച്ചാവുന്ന രീതിയിൽ ഒരു കുഞ്ഞ് റൂം കൂടി സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു പേപ്പറിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വെക്കുക. വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. വൈറ്റ് പെയിൻറ്റ് അടിക്കുമ്പോൾ എപ്പോഴും ഡബിൾ കോട്ടാക്കിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ. അപ്പോഴായിരിക്കും നല്ലൊരു വൃത്തിയായി ഉണ്ടാവുക. അപ്പോൾ അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ ആ ഒരു വിൻഡോസ് നമ്മൾ ചെയ്യണില്ല. അതുപോലെ തന്നെ അതിൻ്റെ വാതിലുകൾ ഒന്നും നമ്മൾ ചെയ്യണില്ല. ജസ്റ്റ് ഒന്ന് വരച്ചിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ഡീറ്റെയിലും കൂടി കൊടുത്താൽ നമ്മുടെ ആ ഒരു റൂമിൻ്റെ ഫുള്ളായിട്ടുള്ള പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ മേൽക്കൂര മാത്രമേ വെക്കാനായിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒരു മേൽക്കൂര കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറം വീട്ടിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു മുറമാണിത്. അതിലേക്ക് കുറച്ച് പുല്ലുകളും കല്ലുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ചെടികളും അതുപോലെ എല്ലാം നമ്മൾ അതിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചപ്പ് കാണുമ്പോൾ എപ്പോഴും ഒരു ഭംഗിയാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു വൈറ്റിൻ്റെ കൂടെ പച്ച കളർ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഈ പച്ച കളർ ഉപയോഗിച്ചുള്ളത്. പച്ച കളറിലുള്ള നല്ല ചെടികളൊക്കെ വേറെ കളറിലുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പച്ച കളറാകുമ്പോൾ ഒന്നുകൂടി രസം ഉണ്ടാകുമെന്ന് തോന്നിയിട്ട് ഞാൻ പച്ച കളർ നോക്കി എടുത്താണ്. അപ്പോൾ അതുകൂടി നമുക്ക് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് മെറ്റൽസ് ഇടാം, കുറച്ച് ഷേപ്പിലുള്ള സ്റ്റോൺസ് വെക്കാം, വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക്
നമുക്ക് അതിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോട്ടിലേക്ക് ആ ഒരു മേൽക്കൂര വെച്ച് നമുക്ക് അടപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഓരോന്നോരോന്നായി നമുക്ക് അതിലേക്ക് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുഞ്ഞു മരങ്ങളും ചെടികളൊക്കെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് മരങ്ങളുടെ ഒക്കെ എഫക്റ്റ് കിട്ടാൻ ഇതുപോലത്തെ ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരുപാട് കാലം നമ്മുടെ ഈ ഒരു പോട്ടിൽ നിൽക്കും, ഇതേപോലെ തന്നെ നിൽക്കും. അതിനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അത് അധികം വളരാതെ തന്നെ ഇതേപോലെ തന്നെ അത് കുറേ കാലം നിൽക്കും. അധികം മണ്ണൊന്നും അതിൻ്റെ അടിയിലില്ലല്ലോ. പിന്നെ വളപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. പിന്നെ ഈ ഒരു ബോർഡർ ഗ്രാസ് ഇത് അധികം വളരാത്തൊരു ചെടിയാണല്ലോ. ഇനി വളർന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മേലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാലം നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാലം നമുക്ക് ഇതുപോലെ തന്നെ നിർത്താനും വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ അടിയിൽ വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റോൺ ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കുക. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. താങ്ക് യു. ഒരു കാര്യം വിട്ടുപോയതാണ് കേട്ടോ. ഷൈൻ വീഡിയോസിലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.